ചരിത്രത്തിലേക്ക് തെറിച്ചു വീണ ചില രക്തത്തുള്ളികൾ അങ്ങനെയാണ്. എത്ര കാലം കഴിഞ്ഞാലും ഉണങ്ങാതെ അനീതിക്ക് കണക്ക് ചോദിച്ച് എതിരാളികളെ വിറപ്പിക്കും. വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ കൂടുതൽ CPM നേതാക്കളെ തുറുങ്കിലടക്കാൻ വിധിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ടി.പിയുടെ സ്നേഹച്ചൂടറിഞ്ഞ വടകരയിൽ ഈ വിധി ചലനങ്ങൾ സൃഷ്ടിക്കും. ഇതൊക്കെ നേരിടാൻ പ്രാപ്തയായ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് KK ശൈലജയുടെ പേര് മാത്രം വടകര മണ്ഡലത്തിലേക്ക് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചത്. കേഡർമാരുടെയും അനുഭാവികളുടെയും വോട്ട് മാത്രം സമാഹരിച്ചാൽ നിഷ്പ്രയാസം ജയിക്കാൻ കഴിയുന്ന മണ്ഡലം. പക്ഷേ കഴിഞ്ഞ 3 തവണയായി മൂക്കും കുത്തി വീഴുകയാണ് CPM. 2 തവണ മുല്ലപ്പള്ളി രാമചന്ദ്രനും കഴിഞ്ഞ തവണ K മുരളീധരനും ജയിച്ചു. തോറ്റതാകട്ടെ P സതീദേവിയും AN ഷംസീറും P ജയരാജനും. അതുകൊണ്ടാണ് ജനപ്രിയ സ്ഥാനാർത്ഥി എന്ന നിലയിൽ KK ശൈലജ വരട്ടെ എന്ന നിർദ്ദേശം ഉയർന്നത്. കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും ജനസമ്മതി ഉണ്ടായിരുന്ന മന്ത്രി എന്ന പകിട്ടാണ് ശൈലജയുടെ പ്ലസ് പോയിന്റ്. സ്ത്രീകളെയും യുവാക്കളെയും രാഷ്ട്രീയ ബാഹ്യമായി ആകർഷിക്കാൻ ശൈലജയ്ക്ക് കഴിയുമെന്ന് CPM കണക്ക് കൂട്ടുന്നു. ഒപ്പം പാർട്ടി വോട്ടുകളിലെ ചോർച്ച തടയാം. ഈ ലോക്സഭാ മണ്ഡലത്തിലെ വടകര ഒഴികെയുള്ള 6 നിയമസഭാ മണ്ഡലങ്ങളും LDFന്റെ കൈപ്പിടിയിലാണ്. ഒഞ്ചിയമടക്കം കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളുടെ ചരിത്രമുറങ്ങുന്ന മണ്ണാണിത്. അവിടെ ഇത്തവണ വിജയിച്ചേ തീരൂ എന്ന വാശിയാണ് CPMന്. പക്ഷേ KK ശൈലജ എന്ന സിറ്റിംഗ് MLAയെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്നതിന് പിന്നിൽ ദുഷ്ടബുദ്ധി കാണുന്നവരും ഉണ്ട്. ഭാവി മുഖ്യമന്ത്രി എന്ന് വിശേഷിക്കപ്പെടുന്ന ശൈലജയെ ഡൽഹിയിലേക്ക് കയറ്റിയേക്കാനുള്ള പദ്ധതിയെന്ന് കരുതുന്നവരുമുണ്ട്. കാരണം പിണറായിക്ക് ശേഷമുള്ള തലമുറയിലെ ഏറ്റവും ജനപ്രിയമായ CPM മുഖമാണ് KK ശൈലജ എന്നത് നിസ്സംശയം പറയാം.